ഈശോയിൽ ഏറ്റവും പ്രിയ നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. പ്രിയ നിറഞ്ഞവരെ, പണക്കൊതി വരുത്തുന്ന വിനയാണ് യൂദാസ് എന്ന ശിഷ്യനിൽ നമ്മൾ കാണുന്നത്. പ്രിയ നിറഞ്ഞവരെ, ഇന്നൊത്തിരിയേറെ മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന വലിയ ഒരു ആകർഷണമാണ് പണക്കൊതി. മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു തിന്മ. യൂദാസ് ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകാം, യേശുവിനെ ഒറ്റിക്കൊടുത്താൽ 30 വെള്ളി നാണയം എനിക്ക് കിട്ടും. യേശുവാകട്ടെ തൻ്റെ അമാനുഷിക ശക്തി കൊണ്ട് ആ തിന്മയിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ എല്ലാവിധത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും ഈശോയ്ക്ക് രക്ഷപ്പെടാനും സാധിക്കും എന്നൊരു പക്ഷേ യൂദാസ് വിചാരിച്ചിട്ടുണ്ടാകാം. പ്രിയ നിറഞ്ഞവരെ, പണക്കൊതി വരുത്തുന്ന വിനകൾ നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്നു. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ ഒട്ടേറെ പേർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയും മനോവ്യഥകളിൽ ചെന്ന് ചാടുകയും അധപതനത്തിൽ ചെന്ന് ചാടുകയും ചെയ്തിട്ടുണ്ട്. പ്രിയ നിറഞ്ഞവരെ, നമുക്ക് ദിവികാരൻ ഈശോയുടെ മുമ്പിൽ ഒന്ന് വിചിന്തനം ചെയ്യാം. സമ്പത്തിനോടുള്ള അമിതമായ ആസക്തി എന്നിൽ നിറഞ്ഞിട്ടുണ്ടോ? സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. അധ്വാനിച്ച് നേടുന്ന സമ്പത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്, അത്യാവശ്യവുമാണ്. പക്ഷേ ധനത്തിനോടുള്ള ആസക്തി, പണക്കൊതി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. പണക്കൊതി എന്ന് പറഞ്ഞാൽ അമിതമായ വേഗത്തിൽ ധനം സമ്പാദിക്കണമെന്ന മോഹം അപരനെ വഞ്ചിച്ചും ഒറ്റിക്കൊടുത്തും നമ്മുടെ ജീവിതത്തിൽ തിന്മയുടെ സ്വാധീനത്താൽ നമ്മൾ ധനവാന്മാരായി മാറുന്ന അവസ്ഥയാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാതിരിക്കുന്നത് പോലും ഈ പണക്കൊതിയുടെ വേറൊരു രൂപമാണ്. ഈ നിറഞ്ഞവരെ, നമ്മെ തന്നെ വിചിന്തനം ചെയ്യാം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ. ഈ 50 നോയമ്പിൽ ധനത്തിനോടുള്ള ആസക്തി മൂലം വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ പോയിട്ടുണ്ടോ? ധനത്തോടുള്ള ആസക്തി തിന്മ എൻ്റെ ഉള്ളിൽ വളരുവാനും ആ തിന്മയിൽ നിലനിൽക്കുവാനും ഇടയായിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വയം വിചിന്തനം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ ഈശോനാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും പോരായ്മകളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. തിരകളാലുലയുന്ന പടകിൽ ഞാനേകനായി തീരം തിരഞ്ഞിടവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കായൊരുക്കി വൻ വിരുന്നു തൻ കൈകളാ
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.